മലയാളികൾക്ക് സുപരിചിതയാണ് രഞ്ജിനി ഹരിദാസ്. സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയുടെ അവതാരികയായിട്ടാണ് രഞ്ജിനിയെ മലയാളികൾ പരിചയപ്പെടുന്നത്. അതുവരെ മലയാള ടെലിവിഷൻ കണ്ടു പരിചയിച്ച അവതരണ രീതിയല്ലായിരുന്നു രഞ്ജിനിയുടേത്. മുറി മലയാളവും ഇംഗ്ലീഷും ചേർത്തുള്ള സംസാരവും വസ്ത്രധാരണ രീതിയും പകരം വെക്കാനില്ലാത്ത എനർജിയുമൊക്കെ അവതരണ രീതി തന്നെ പൊളിച്ചെഴുതുകയായിരുന്നു രഞ്ജിനി. ഇന്ന് അവതരണ രംഗത്ത് ഐക്കണാണ് രഞ്ജിനി. അവതാരകർ എന്നാൽ രഞ്ജിനിക്ക് മുൻപും ശേഷവും എന്നായി മാറിയിരിക്കുന്നു. രഞ്ജിനിക്ക് ശേഷം വന്നവരിൽ പലരും രഞ്ജിനിയെ അനുകരിക്കുന്നവരോ അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നവരോ ആയിരിക്കുമെന്നതും രഞ്ജിനി ഉണ്ടാക്കിയ ഇമ്പാക്റ്റിന്റെ തെളിവാണ്. ഇപ്പോഴിതാ തനിക്ക് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് രഞ്ജിനി ഹരിദാസ് തുറന്നു സമ്മതിക്കുന്നു. ഒരു അഭിമുഖത്തിലാണ് രഞ്ജിനി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് താൻ വിവാഹം കഴിക്കാത്തതെന്നും രഞ്ജിനി തുറന്നു പറയുന്നുണ്ട്. എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ബോറടിക്കും, അതുകൊണ്ടാണ് താൻ വിവാഹം കഴിക്കാതിരിക്കുന്നത് എന്നാണ് രഞ്ജിനി ചിരിച്ചുകൊണ്ട് പറയുന്നത്. അതേസമയം തന്റെ ഏറ്റവും ദൈർഘ്യമേറിയ റിലേഷൻഷിപ്പ് ശരത്തുമായുള്ളതാണെന്നും രഞ്ജിനി സമ്മതിക്കുന്നുണ്ട്. എന്റെ റിലേഷൻഷിപ്പുകളെ 1.5 വർഷം കഴിയുമ്പോൾ തകരാറാണ് പതിവ്. ഒരേ ആളെ തന്നെ 3 വട്ടമൊക്കെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും രഞ്ജിനി പറയുന്നു. ഒക്കെ ശ്രമിച്ചു നോക്കുന്നതാണ്, പിന്നീട് മനസ്സിലാകും ആളുകൾക്ക് മാറ്റമുണ്ടാകുന്നില്ലെന്ന്. അതോടെ നിർത്തിയെന്നും താരം പറയുന്നു. തുടക്കത്തിൽ ഉണ്ടാകുന്ന സ്വഭാവമായിരിക്കില്ല പിന്നീട്. സെലിബ്രിറ്റി ടാഗൊക്കെ വരുമ്പോൾ അവരിലും മാറ്റം സംഭവിക്കുന്നത് കാണാൻ സാധിക്കുമെന്നും താരം വ്യക്തമാക്കുന്നു. റിലേഷൻഷിപ്പിന് വേണ്ടി മതം മാറിയവരും മതം മാറ്റാൻ ശ്രമിച്ചവരും ഒക്കെയുണ്ട്. 20കളിലും 30കളിലും 40കളിലും പ്രണയിച്ചിട്ടുണ്ടെന്നും രഞ്ജിനി പറയുന്നു. അതേസമയം ശരത്തിനെ എനിക്ക് 16 വയസ്സ് മുതൽ അറിയാം. ഞങ്ങൾ അത്ര ചെറുപ്പത്തിൽ തന്നെ സുഹൃത്തുക്കളായിരുന്നുവെന്നും രഞ്ജിനി കൂട്ടിച്ചേർത്തു. 42ാം വയസ്സിലും ഞാൻ വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ട് എന്നാലോചിക്കുമ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. അമ്മ ഒറ്റയ്ക്കാണ് ഞങ്ങളെ വളർത്തിയത്. പണവും വീടും ജീവിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒരാൾ കൂടെ വേണമെന്നില്ല എന്ന് തിരിച്ചറിവ് വരുന്നു എന്നും താരം പറയുന്നു. പിന്നാലെ തന്റെ പ്രണയങ്ങളെ കുറിച്ചും രഞ്ജിനി സംസാരിക്കുന്നുണ്ട്. ഞാൻ റൊമാൻറ്റിക് ആയ ഒരു ആളല്ല. ഷാരൂഖ് ഖാന്റെ സിനിമയൊക്കെ കണ്ടപ്പോൾ 1990-ൽ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ നുണയാണെന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ ഒട്ടും റൊമാൻറ്റിക് അല്ല. എനിക്ക് PDA ഒന്നും സാധിക്കില്ല. കെട്ടിപ്പിടിക്കുന്നതിലും ഉമ്മ വെക്കുന്നതിലും ഒന്നും പ്രശ്നമില്ല. എന്റെ റൊമാൻസ് അകത്താണ്, അത് പുറത്ത് കാണിക്കാൻ സാധിക്കില്ല എന്നും രഞ്ജിനി വ്യക്തമാക്കി. എന്തായാലും രഞ്ജിനിയുടെ ഈ തുറന്നു പറച്ചിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം.